ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അദ്ദേഹം ജനിച്ചത് കൊട്ടാരത്തിലോ മണിമന്ദിരത്തിലോ അല്ല, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു പുൽത്തൊഴുത്തിലാണ്. പുൽക്കൂട് സാധാരണക്കാരുടെ ജീവിതത്തിൻ്റെ പ്രതീകമാണ്. ക്രിസ്മസ് ഗാനങ്ങളും വിളക്കുകളും മനോഹരമാകുന്നത് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പിറവിയെടുക്കുമ്പോഴാണ്. ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്നേഹത്തിൽ, കരുണയിൽ, കരുതലിൽ, ക്ഷമയിൽ, സഹാനുഭൂതിയിൽ നമ്മുടെ ഹൃദയം മനോഹരമായ ഒരു പുൽക്കൂടായി ദൈവത്തിന് സമർപ്പിക്കാം. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഈ ക്രിസ്മസിൽ നമ്മുടെ ഹൃദയം ഒരു പുൽക്കൂടാകട്ടെ. ദൈവം വസിക്കുന്ന, സ്നേഹം പങ്കിടുന്ന, സമാധാനം കളിയാടുന്ന ഒരിടം. അപ്പോൾ ക്രിസ്മസ് ഒരു ദിവസത്തെ ആഘോഷം മാത്രമാകാതെ എല്ലാ ദിവസവുമുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവമാകും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.